ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ ഈ 10 സാഹചര്യങ്ങളിൽ മിണ്ടാതിരിക്കുക. ചാണക്യനീതി വിഷ്ടം. നിങ്ങൾ ഒരിക്കലെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് ഇത് പറഞ്ഞില്ലെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ചാണക്യൻ പറയുന്നത് മൗനം എന്ന് പറയുന്നത് ഒരു ദൗർബല്യമല്ല, അതൊരു ശക്തിയാണ്. ഇന്ന് നാം കാണാൻ പോകുന്നത് നിങ്ങൾ മിണ്ടാതിരിക്കേണ്ട 10 പ്രധാന സാഹചര്യങ്ങൾ. ഒന്നാമതായി ചാണക്യൻ പറയുന്നത്, നിങ്ങൾ കോപത്തിൽ ആയിരിക്കുമ്പോൾ കോപത്തിൽ പറയുന്ന വാക്കുകൾ കത്തി പോലെയാണ്. ശാന്തമായ മനത്തിൽ മാത്രം സംസാരിക്കുക. രണ്ടാമത്തെ സന്ദർഭം എന്ന് പറയുന്നത്, ആരെങ്കിലും നിങ്ങളെ അപമാനിക്കുമ്പോൾ എല്ലാ അപമാനങ്ങൾക്ക് മറുപടി ആവശ്യമില്ല. മൗനം, അതായത് സൈലൻസ്, ഏറ്റവും ശക്തമായ മറുപടി ആയിരിക്കും അവർക്ക്. മൂന്നാമത് ചാണക്യൻ പറയുന്ന സന്ദർഭം എന്ന് പറയുന്ന, മുഴുവൻ സത്യം അറിയാത്തപ്പോൾ അറിയാതെ സംസാരിക്കുന്നത് നിങ്ങളെ താഴെ ഇറക്കും. ബുദ്ധിമാന്മാർ കൂടുതൽ കേൾക്കും, കുറച്ച് സംസാരിക്കും. നാലാമത്തെ സന്ദർഭം, സൈലൻ്റായിട്ടിരിക്കേണ്ടത് നിങ്ങൾ മൂഢന്മാരുടെ മുന്നിൽ മൂഢന്മാരോട് വാദിക്കുന്നത് സമയം കളയലാണ്. അത്തരം സന്ദർഭങ്ങളിൽ മൗനം നിങ്ങളുടെ ബുദ്ധിയെ രക്ഷിക്കും. അഞ്ചാമത്തെ സന്ദർഭം, നിങ്ങൾ മാനസികമായി ദുർബലമായിരിക്കുന്ന സന്ദർഭത്തിൽ, ദുഃഖവും സമ്മർദ്ദവും ഉള്ളപ്പോൾ പറഞ്ഞ വാക്കുകൾ തെറ്റായിരിക്കും. ശാന്തമാകുന്നതുവരെ മിണ്ടാതിരിക്കുക. ആറാമത്തെ സന്ദർഭം, ഗോസിപ്പ് നടക്കുമ്പോൾ, അതായത് പരദൂഷണം നടക്കുന്ന വേളയിൽ മൗനം പാലിക്കുക. പിന്നിൽ പറയുന്നത് നിങ്ങളുടെ വില കുറയ്ക്കും. മൗനം നിങ്ങളുടെ മാന്യത കാക്കും. ഏഴാമത്തെ, ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കുമ്പോൾ സൈലൻസായി നിൽക്കണം. ചിലർ നിങ്ങളിൽ നിന്ന് പ്രതികരണം വേണമെന്ന് മാത്രം ആഗ്രഹിക്കും. നിങ്ങളുടെ മൗനം ആയിരിക്കും അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളുടെ വിജയം. എട്ടാമത്, നിങ്ങൾ വിജയിച്ചിരിക്കുമ്പോൾ വിജയത്തിന് ശബ്ദം വേണ്ട, നിശബ്ദമായ വളർച്ചയാണ് ഏറ്റവും അതായത് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ വിജയിക്കുമ്പോൾ സൈലൻ്റായിട്ടിരിക്കുക. എല്ലാവരുടെ അടുത്തും അത് കൊട്ടിക്കൊഴിക്കേണ്ട കാര്യമില്ല എന്നാണ് ചാണക്യൻ പറയുന്നത്. 9, പരിഹാരം ഇല്ലാത്തപ്പോൾ ആ സന്ദർഭത്തിൽ സൈലൻ്റായിട്ടിരിക്കുക. പരിഹാരമില്ലാതെ സംസാരിക്കുന്നതിന് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. മൗനം നിങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കാൻ സഹായിക്കും. 10, ചാണക്യൻ പറയുന്നത്, നിങ്ങളുടെ വാക്കുകൾ ആരെങ്കിലും വേദനിപ്പിക്കുമ്പോൾ സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക. ഇത് ഉപകാരപ്പെടുമോ, വേദനിപ്പിക്കുമെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ മിണ്ടാതിരിക്കുക. അപ്പോൾ ഈ മൗനം എന്ന് പറയുന്നത്
സൈലൻ്റ് എന്ന് പറയുന്നത് ശൂന്യമല്ല, അത് ബുദ്ധിയും ശക്തിയും നിറഞ്ഞതാണ്. നിങ്ങളുടെ വാക്കുകൾ നിയന്ത്രിക്കൂ, നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് നിയന്ത്രിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ചാണക്യനീതി വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.